പിന്നെ 1,60,60,000 രൂപ എനിക്ക് തരണം. എന്തോ പിള്ളേരുടെ കടം വീട്ടുണ്ടായോ? മേരി, പണം എന്റെ ബിസിനസ്സാ, അത് തൊട്ടുള്ള കളി വേണ്ട എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? എനിക്ക് വാക്ക് പാലിക്കണ്ടേ? നിന്നോട് പോയി കുരിശ് തലേ വെക്കാൻ ആരെങ്കിലും പറഞ്ഞോ? അനുഭവിച്ചോ? ഒന്ന് നിന്നേ. എന്നതാടി? എന്നാ പിന്നെ ഞാൻ എന്റെ സ്വർണം പണയം തരാം. അത് ബിസിനസ്. സ്വർണം തന്നാ കാശ് എത്ര വേണേലും തരാം. കുറച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാന്നേ, വെറുതെ ചെലവാക്കാൻ പറ്റുകയില്ല. പിന്നെ ഇനി നീ ഈ പിള്ളേരെ വിരുന്നിന് ക്ഷണിക്കില്ലേ മേരി? എന്റെ നെഞ്ചു പൊട്ടുവേ. ഓ, എന്നാ തീറ്റിയാ. എടാ, അവള് പണം കൊടുക്കാൻ വന്നപ്പം നിങ്ങൾ വേണ്ടെന്ന് പറയണ്ടേ? ഞങ്ങളോട് ചോദിച്ചില്ലമ്മേ, കുഞ്ഞമ്മ വന്ന് ഏറ്റെടുത്തതാ. എന്നിട്ട് അവളുടെ വീട്ടിൽ പോയി തിന്നതോ? അമ്മേ, അതൊരു മര്യാദ. നമുക്ക് വേണ്ടി ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോ അയാള് പറയുന്നത് നമ്മൾ അനുസരിക്കണ്ടേ അമ്മേ? എടാ, ഞാൻ അവളോട് മിണ്ടാറുണ്ടോ? ഇല്ല, തുപ്പാറേ ഉള്ളൂ. എടാ, കോവിലകത്ത് നിന്ന് ഇറങ്ങിപ്പോയി ഒരുത്തി ചട്ടയും മുണ്ടുവിട്ട് ഈ നാട്ടിൽ തന്നെ വന്നുകൂടിയത് എന്തിനാ? ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാ കുഞ്ഞമ്മ പറയുന്നത്. ഓ, അവന്റെ ഒരു കുഞ്ഞമ്മ. വെല്ലുവിളിക്കാനാടാ, വെല്ലുവിളിക്കാൻ. അവക്കും അവളുടെ കെട്ടിയോനും ഈ കുടുംബത്തിനെ മാനം കെടുത്തണം. മക്കള് പിന്നെ അമ്മയെ നാറ്റിച്ച് അടങ്ങുന്ന ശപഥം ചെയ്തിരിക്കുകയാണല്ലോ. അമ്മേ, ശത്രുവാണെങ്കിലും ആ നേരത്തെ കുഞ്ഞമ്മ അവിടെ വന്നില്ലെങ്കിൽ അവർ ഞങ്ങളെ കൊന്നേനെ. അതെ അമ്മേ. അമ്മേ, എന്റെ മുഖം ഒരുത്തൻ മസാജ് ചെയ്ത് തന്നു. ടച്ചപ്പ് സഹിക്കണവിടാ. അവള് കേറി വന്നപ്പം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടെന്ന് നിങ്ങളിൽ ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ അമ്മയ്ക്ക് സന്തോഷമായിനി. ഞാൻ പറയാൻ തുടങ്ങിയതാ അമ്മേ. പിന്നെ ചേട്ടന്മാരെ ധിക്കരിക്കണ്ടെന്ന് വെച്ചു. ഓ, ഏതായാലും എന്റെ പൊന്നുമക്കൾ എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യും. ഈ നിക്കറും ഷർട്ടും ഒക്കെ മാറ്റി ഓരോ പാവാട ഉടുത്ത് പൊട്ടും കുത്തി ഇവിടെ നിന്നോ. അത് കൊള്ളാമേ, ഒരു ചേഞ്ച് അല്ലേ? അവളുടെ കണക്ക് ഞാൻ തീർത്തോളാം. മാറങ്ങോട്ട്. കരുണ, കരുണ. എന്താ ടീച്ചറെ? വണ്ടി എടുക്ക. അമ്മ പോവാ. വന്നേ വന്നേ. കരണ, അമ്മ കുഞ്ഞമ്മയുടെ വഴക്കൊന്നും ഇടാതെ നോക്കണേ. അതെ, ഞാൻ തിന്നുന്നത് ടീച്ചർ തരുന്ന ചോറ. അതിന് നന്ദി ഞാൻ കാണിക്കും. അവരെ തല്ലാനോ കൊല്ലാനോ ടീച്ചർ പറഞ്ഞ അത് ഞാൻ ചെയ്തിരിക്കും. കോവിലകത്ത് കുഞ്ചിയമ്മയ്ക്ക് മേലെ ഈ നാട്ടിലൊരു പെണ്ണ് വേണ്ട. ചേട്ടാ, ആ കരുണൻ ആളിത്തിരി പെശക. നമ്മൾ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് അമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവൻ തന്നെ ആയിരിക്കും. അതെ, ഞാൻ അവനൊന്ന് ഞെരിച്ചാലോ? അല്ല, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങളായിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നോക്കിയാൽ മതി. ചേട്ടാ, മിക്കവാറും ഇന്ന് കുഞ്ഞമ്മയുടെ പണി തീരും.